ഗൈസ് അമ്മ എനിക്ക് എന്താ ഉണ്ടായി തരുന്നേ? മോനോ? മോൻ എന്ത് വേണ്ടേ? പാൻകേക്ക്. പാൻകേക്ക് വേണോ? ഉണ്ടാക്കി തരാലോ. അപ്പം നമുക്ക് ഒരു പാൻകേക്ക് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് പിന്നെ പഞ്ചസാര ചേർക്കണം. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പാലൊഴിക്കണം. ഇതിനൊക്കെ ഓരോ അളവുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് അളവായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. കുഞ്ഞിങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനൊന്ന് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ വാനില എസൻസാണ് ഒഴിക്കുന്നത്. അതിന് തന്നെ ഒരു ചെറിയ അടപ്പുണ്ട്. ആ അടപ്പിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ മോൻ്റെ കൈ വരുന്നുണ്ട്, അവൻ ഇളക്കാന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അവനെയും കൊണ്ടൊന്ന് കുറച്ചൊക്കെ ഒന്ന് ഇളക്കിച്ച്, കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ സൈഡിൽ കയറി ഇരിപ്പുണ്ട് എൻ്റെ കൂടെ. അത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചേർക്കേണ്ട മൈദാമാവാണ്. മൈദയോ ഗോതമ്പോ ഏത് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ മൈദാമാവ് എടുത്തിരിക്കുന്നത്. അതും ഞാനൊരു ഇൻസ്റ്റാ പേജിലാണ് ഇത് കണ്ടത്. ഈസി ആയിട്ട് പാൻകേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാ പേജിൽ കണ്ടതാണ്. അപ്പോൾ അതിൽ ആ ചേച്ചിയാണെങ്കിൽ 1/2 കപ്പ് മൈദ എടുത്തേക്കുന്നത്. ഞാനൊരു 3-4 സ്പൂൺ എങ്ങാണ്ട എടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് റെസിപ്പി ഒന്നും എനിക്ക് ചോദിച്ചാലും പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. ഞാൻ അതിനകത്ത് കണ്ട് മനസ്സിലാക്കിയ ഒരു രീതിയിൽ. അപ്പം നമ്മുടെ ഏകദേശം കേക്ക് ഉണ്ടാക്കുന്ന ഒരു സെയിം ബാറ്ററി തന്നെയാണ് ഇത് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഞാൻ സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ട് ഒരു ചെറിയ പാനൊക്കെ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഓയിൽ ഒഴിച്ചിടണം. മറ്റേ നമ്മൾ ഈ ബാറ്ററിനകത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കണമായിരുന്നു കേട്ടോ. ഞാനത് ലാസ്റ്റാണ് ചേർത്തത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആ വീഡിയോയിൽ അത് കാണാൻ പറ്റിയില്ല. അത് ഞാൻ വീഡിയോ എടുത്തില്ല ആ ടൈമിൽ. അങ്ങനെ ഞാൻ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് ഞാനത് ഉണ്ടാക്കിയെടുത്ത്. സത്യത്തിൽ ചോദിച്ചില്ല, പക്ഷെ അതിൻ്റെ അടിയിലിരിക്കുന്നതൊക്കെ കരിഞ്ഞു പോയത് കേട്ടോ. അത് ആദ്യം ഉണ്ടാക്കിയെടുത്തതാണ്, അതെല്ലാം കരിഞ്ഞതാണ്. പിന്നെ അത് മാറ്റണ്ടല്ലോ എന്നും കരുതി ഇങ്ങനെ അടിയിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിയത് അത് കരിഞ്ഞു പോയി. അങ്ങനെ ഞാൻ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സിറപ്പ് യൂസ് ചെയ്യാം കേട്ടോ. സ്ട്രോബെറിയുടെയോ ചോക്ലേറ്റിൻ്റെയോ ഏത് വേണമല്ലോ. എന്തെങ്കിലും ഹണി ഉണ്ടായതുകൊണ്ട് ഞാൻ ഹണിയുടെ ഇതാണ് ഒഴിച്ചു കൊടുത്തത്. കൂടുതലും ആൾക്കാർ ഹണിയാന്ന് തോന്നല്ലേ ഉപയോഗിക്കുന്നത്. ഞാൻ കണ്ട പാൻകേക്കിലൊക്കെ ഹണി ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ബട്ടറൊക്കെ ചേർക്കുന്നവരുണ്ട് കേട്ടോ. ഒരുപാട് കുഞ്ഞിന് ഞാൻ കൊടുത്തില്ല, കാരണം ഹണി കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയുന്നൊക്കെയല്ലേ പറയുന്നത്. പിന്നെ ഇപ്പം ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഞാനൊരു പൂവ് അതിൻ്റെ മുകളിൽ വരയ്ക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ പറ്റിയില്ല. ഞാൻ പിന്നെ എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ കുളമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരാളിങ്ങനെ പാൻകേക്കിന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എന്താണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്കറിയത്തില്ല. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ആണോ? ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പാൻകേക്കിന്റെ, അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുടെ ഇത് ഞാൻ കണ്ടത്. ഞാൻ ആ പേജ് ഞാനങ്ങ് മറന്നുപോയി. ഞാൻ പറയാം ആ പേജ് ഏതാന്ന് പറയാം. നമ്മുടെ അതായത് പാല്, മൈദ, പിന്നെന്താ ബേക്കിംഗ് പൗഡർ, അങ്ങനെ വാനില എസൻസ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എല്ലാം ഇവിടെ ഉണ്ട്. കുറച്ച് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാന്ന് വെച്ചാൽ എന്തായാലും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. കണ്ടില്ലേ, എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. ആദ്യമേ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി അതങ്ങ് കരിഞ്ഞു പോയി, അത് ഞാൻ മാറ്റി. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ ഓർത്തും ദൈവമേ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ, പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വൈകുന്നേരം ആയിട്ടായിരുന്നു. അപ്പൊ ഇന്നും ഒരു ചെറിയ വൈകുന്നേരത്തെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചെറിയൊരു ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ പാൻകേക്ക് ഒന്ന് കഴിച്ചു കഴിയട്ടെ.